പ്രതിപക്ഷ നേതാവ് വിമർശനം ഘടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മന്ത്രി വഖഫ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമുസ്ലിങ്ങളെ ഈ കമ്മിറ്റിയിൽ വരുന്നത് എന്നുള്ളതാണ്. അല്ല, ഇതൊക്കെ കേവലം രാഷ്ട്രീയമായ പ്രചരണങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടുകൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ വഖഫ് നിയമ ഭേദഗതി ഇന്ത്യ രാജ്യത്ത് ഏതാനും സമയം മുമ്പാണല്ലോ വന്നത്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താൻ ഇന്ത്യയിൽ തന്നെ 8,000 കോടിയിൽ പരം രൂപയുടെ വഖഫ് സ്വത്തുക്കളുണ്ടെന്നാണ്. അപ്പോൾ അതിനെയൊക്കെ അന്യാധീനപ്പെടുത്താനുള്ളൊരു ശ്രമങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു നിയമ ഭേദഗതി ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ള പോരാട്ടം നയിച്ചത് ഞങ്ങളാണ്. പാർലമെൻറ്റിൽ പോരാടി അവരവരുടെ ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അത് പാസ്സാക്കി. എന്നാൽ പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസ് ഇറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ബഹുമാനപ്പെട്ട പിണറായി വിജയനിൽ നിന്ന് BJPക്കെതിരായ പോരാട്ടം പഠിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം BJPയുമായി എത്രയൊക്കെ തവണ എവിടെയൊക്കെ സന്ധി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. എന്താണ് വഖഫിലിപ്പോൾ ഉണ്ടായ പ്രശ്നം? ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വഖഫ് ബോർഡുണ്ട്. ആ വഖഫ് ബോർഡ് ഇടതുപക്ഷ കാലത്ത് നോമിനേറ്റ് ചെയ്തതാണ്. സഖാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പിണറായി വിജയൻ സഖാവിൻ്റെ കാലത്ത് നോമിനേറ്റ് ചെയ്തതാണ്. അവരുടെ ആളുകളാണ് അതിൽ ഭൂരിപക്ഷമൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ അതിനെതിരെ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ലല്ലോ. ഇവിടെ 4 കേസുകൾ കോടതിയിൽ വന്നു. ഒന്ന് ഷോൺ ജോർജ് BJP പക്ഷത്തിലാണ്, വേറെ ഷിയ പക്ഷത്തുനിന്നുള്ളൊരു കേസ് വന്നു, ബോറ പക്ഷത്തു നിന്നുള്ളൊരു കേസ് വന്നു, പിന്നെ വേറെ ഒരു പൊതു കേസും വന്നു. ഇതിലൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഇത് നിയമം പാലിച്ചുകൊണ്ടുള്ള നോമിനേഷൻ അല്ല വഖഫ് ബോർഡിൽ വന്നിട്ടുള്ളത് എന്നാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവിടെ പിന്നെ നിയമമാണ് നോക്കുക. കോടതി അത് കണ്ടെത്തി, കേരള ഹൈക്കോടതി അത് കണ്ടെത്തി. ഇത് ഇറഗുലർ നോമിനേഷനാണ്. അതായത് മുത്തവല്ലിയെ കൊടുക്കേണ്ട സ്ഥലത്ത് മുത്തവല്ലിയെ കൊടുത്തിട്ടില്ല, ഇസ്ലാമിക് സ്കോളറെ കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുത്തിട്ടില്ല. കൂട്ടത്തിൽ ഈ പ്രശ്നമുണ്ട്. ഒരു ഹർജിക്കാരൻ ഉന്നയിച്ചത് ഈ പ്രശ്നമാണ്. പുതിയ വഖഫ് ആക്ട് പ്രകാരം 2 നോൺ മുസ്ലിംസിനെ അതിന് നോമിനേറ്റ് ചെയ്യണം. അത് നിയമമാണ്. അതിനെതിരെ കേസുണ്ട്. അതാണ് അവസ്ഥ. പക്ഷേ ആ കേസിൽ സ്റ്റേ ഇല്ല. നമ്മളിതെല്ലാം പരിശോധിക്കണല്ലോ. വെറുതെ രാജ്യത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല. നിലവിൽ അത് ആക്റ്റാണ്. പക്ഷേ അതിന് സ്റ്റേ ഇല്ല. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് വന്നത്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചിട്ടാണ് കേരള ഹൈക്കോടതി നിലവിലുള്ള വഖഫ് ബോർഡിന് അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഇതിൻ്റെ ചുമതല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയ്ക്ക്, അണ്ടർ സെക്രട്ടറിയുടെ ചാർജിലുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറാം. ഗവൺമെൻറ്റിനോട് കോടതി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യണ്ടേ? ഞങ്ങളത് ചെയ്തു. പിന്നെ ഇവർ വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ ആളുകൾ നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത് സ്റ്റേ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി സമ്മതിച്ചില്ല. അത് അവിടെ തന്നെ കേട്ടാൽ മതി. ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചോട്ടെ, ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല. ഇതാണ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ്. അല്ലാതെ സുപ്രീം കോടതിയിൽ പോയ വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഒരു കാര്യമൊന്നും അവർ കറക്റ്റ് ചെയ്തു സുപ്രീം കോടതി. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണല്ലോ കാര്യങ്ങൾ. പിന്നെ ഒരു ഗവൺമെൻറ് സെക്രട്ടറിക്ക് തൽക്കാലം ചാർജ് കൊടുക്കേണ്ടതില്ല. ഇത് മാത്രമാണ് അതിൽ വന്ന മാറ്റം. പിന്നെ ഞങ്ങളിവിടെ ഇതിൽ നോൺ മുസ്ലിംസിനെ വെക്കാൻ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അതിലും ഞങ്ങൾക്കൊരു നയമുണ്ട്. ഈ നോൺ മുസ്ലിംസിനെ വെക്കാതെ തമിഴ്നാട്ടിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ തമിഴ്നാട് ഹൈക്കോടതി അത് എടുത്ത് റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്തതിനെതിരെ വഖഫ് ബോർഡും സർക്കാരും എവിടെ പോയി? സുപ്രീം കോടതി പോയി. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. ആ കേസിൽ എന്താണോ തീർപ്പ് അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അതെല്ലാവർക്കും ബാധകമാണ്. അതിനനുസൃതമായിട്ടാണ് കാര്യങ്ങൾ പോവുക. അല്ലാതെ ഇവിടെ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ, പ്രചരിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നത് പോലെ ഞങ്ങളിതിൽ പ്രത്യേകമായി എന്തെങ്കിലും
ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. തെറ്റായ രീതിയിൽ കഴിഞ്ഞ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ബോർഡിനെ നിലനിർത്താൻ ഞങ്ങൾ സഹായിക്കണമെന്നില്ല. അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അതേ അതിലുള്ളൂ.